ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെയും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരത്തെ വീഡിയോ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ വൈകുന്നേര സമയത്ത് ഞാൻ കടയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ചേച്ചിയും കൂടിയാണ് വന്നിട്ടുള്ളത്. ചേച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ. ചേച്ചി അടുക്കളയിൽ ഓരോ പണിയിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് പണി ഒതുക്കിയിട്ടാണ് കുറച്ച് ശരിയാക്കിയിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ വീഡിയോസും വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് എപ്പോഴെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് കയറിയപ്പോൾ ഏട്ടനും പണിയൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. നമ്മളെ നന്ദും ഏട്ടനുമായിട്ട് വർത്തമാനം പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഇതാക്കണ ഇവിടെ അടുക്കളയിൽ ഉള്ളിയൊക്കെ നന്നാക്കണ തിരക്കിലാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ 7 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയും തന്നെ കടയൊക്കെ അടച്ചിട്ട് വന്നതാണ് കേട്ടോ. കട അടച്ചിട്ട് പിന്നെ നമ്മളെ കടയ്ക്ക് വന്ന് അവിടെ നിന്ന് ഇനി എടുത്ത് ഓട്ടോറിക്ഷയിൽ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഞങ്ങളിന്ന് വൈകുന്നേരം നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കൂടുന്നത് കേട്ടോ. ചേച്ചീൻ്റെ ഏട്ടൻ കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മക്കളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഓല് ഇങ്ങോട്ട് വരാമെന്നാക്കി കേട്ടോ. അപ്പം എന്നാൽ ഒരു 4 ആൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ട് ഒന്നിച്ച് കൂടാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരാച്ചു. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ വാങ്ങി വെച്ചിരുന്നു. എന്നാൽ നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കാൻ വെച്ചു. കുറേ ആയിട്ടോ ബീഫും നെയ്ച്ചോറും കഴിച്ചിട്ട്. ചിക്കൻ കറി ആയിട്ട് നമ്മൾ ഉണ്ടാക്കലുണ്ട്. ബീഫ് നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ വാങ്ങലില്ല. പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ബീഫ് വാങ്ങിയിരുന്നു. ഇപ്പം അങ്ങനെ വാങ്ങിക്കലില്ല. അപ്പോൾ ഇതാ ബീഫൊക്കെ ഇവിടെ ഉച്ചയ്ക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അച്ഛൻ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വന്ന് കഴുകിയെടുത്തതാ വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് നേരത്തെ പോകുന്നത് കേട്ടോ. അപ്പോൾ കണ്ണനെ അവിടെ ആക്കിയിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ ഏട്ടൻ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഏട്ടൻ പോകും കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് പോകാമെന്ന് വെച്ചു. അപ്പോൾ ആ വർത്താനമൊക്കെ പറഞ്ഞ അടുക്കളയിൽ പണിയെടുക്കുന്ന ഒരു പ്രത്യേക സുഖമാണ് അല്ലേ. അപ്പം ഞാൻ വന്നേക്ക് വേഗം നെയ്ച്ചോറ് അടുപ്പത്ത് വെച്ചു കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ട് ചെയ്യുമ്പോഴും വീഡിയോ എടുക്കാതെ ചെയ്യുമ്പോഴും ഒരുപാട് സമയത്തിന് മാറ്റമുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം നമുക്ക് പോവുകയാണ്. നേരെ മറിച്ച് നമ്മളെ പണികൾ നമ്മൾ ഒഴുക്കനായിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. 1 മണിക്കൂർ കൊണ്ട് തീരുന്ന പരിപാടി 2 മണിക്കൂറും 2.5 മണിക്കൂറും ഒക്കെ ആവും വീഡിയോ എടുത്ത് ചെയ്യുകയാണെങ്കിൽ. നമ്മൾ ഒരാളെടുത്ത് തരികയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എന്നാലും അതിന് ചെറിയൊരു നേരം വഴക്കമൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ എടുക്കണവർക്ക് അറിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെയ്ച്ചോറ് വയ്ക്കണതൊക്കെ പിന്നെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി അവിടെ സവോള കരിയെല്ലാം നന്നാക്കലും ചെറിയുള്ളി നന്നാക്കലും. അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയൊക്കെ നന്നാക്കി അതൊക്കെ ഒന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ ഈ ഒരു നെയ്ച്ചോറ് വയ്ക്കുന്ന സമയത്ത് ആ ഒരു എന്താ പറയുക ചോറ്റോല എന്ന് പറയട്ടെ ഞങ്ങളിവിടെ. ചിലവരെന്താ രമ്പയിലെ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു ദിവസം കമൻറ്റ് ഇട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ എഴുതി കാണിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഇല ഇട്ടിട്ട് നെയ്ച്ചോറ് വയ്ക്കുന്നത് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഇല പൊട്ടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മണവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അത് ചോറിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തു. നെയ്ച്ചോറൊക്കെ എന്ന് പറയുമ്പോൾ പെട്ടെന്നാകുമല്ലോ. കുക്കറിൽ വെച്ചാലൊക്കെ മതി. പക്ഷേ കുക്കറിൽ വെക്കുന്നതും ഇതുമായിട്ട് നല്ല മാറ്റമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അടുപ്പത്ത് തന്നെ ആവട്ടെ എന്നുള്ളത്. ഏതായാലും തീ കത്തിക്കണം നമുക്ക് ബീഫ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീഫും തന്നെ ഒന്ന് കുക്കറിൽ വെക്കണില്ല കേട്ടോ. വിറകടുപ്പിൽ കത്തിച്ച് നമുക്ക് വേവിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതിനൊരു പ്രത്യേക സ്വാതന്യമല്ലേ. അപ്പോൾ ഇതാ നെയ്ച്ചോറൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ എല്ലാം കൂടിയും കൂട്ടി ഇളക്കിയിട്ടോ. എന്നിട്ടൊന്ന് മിക്സാക്കി തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ബീഫ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉരുളി അടുപ്പത്തിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സവോള ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില. ഈ ഒരു സമയത്ത് കറിവേപ്പിലേക്ക് ഇപ്പോൾ ഭയങ്കര പഞ്ചാണ് കേട്ടോ. ഇല്ല ഇലയൊക്കെ ഒരു കേട് വന്ന പോലെയാണ്. അപ്പോൾ അതൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മളെ ബീഫിക്ക് എന്തായാലും നാളികേരക്കൊത്ത് ഇടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് അടുപ്പത്ത് വെച്ചപ്പോഴാണ് നാളികേരം ഉണ്ടെന്ന് ആലോചിച്ചത്. അപ്പോൾ പിന്നെ അത് ചേച്ചി ഇതാക്കണം. ഞാൻ നാളികേരം പൊട്ടിച്ചു കൊടുത്തു. അപ്പോൾ ചേച്ചി അത് അരിയണുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മല്ലിപ്പൊടിയൊക്കെ പാത്രത്തിൽ കഴിഞ്ഞിരുന്നു കേട്ടോ. മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രാവിലത്തെ തിരക്കിൽ അങ്ങോട്ട് ഇട്ട് വെക്കാൻ മറക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കണുണ്ട്. പിന്നെ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാവരും ബീഫൊക്കെ വെക്കുമ്പോൾ തന്നെ കേട്ടോ പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമ്മളടുക്കളയിൽ ബീഫ് വെക്കുന്നത് അപൂർവ കാഴ്ചയായിരിക്കും കേട്ടോ. വീഡിയോയിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് സംശയമാണ്. വല്ലപ്പോഴും 1-2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടാവും, അല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. തക്കാളി നല്ലോണം ഒന്ന് വഴന്ന് കിട്ടിയാൽ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ശരിക്കും തക്കാളി ഇടുന്നതിന് മുന്നേ പൊടികൾ ചേർക്കുകയാണ് നല്ലത്. എന്നാൽ പിന്നെ ആ ഒരു പൊടികളെ
ഒരു മൂത്ത സ്മെല്ല് ഇങ്ങനെ വരും. നേരെ മറിച്ച് നമ്മൾ തക്കാളി ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം നനവ് ഉണ്ടാവുമല്ലോ, അതിൽ കിടന്നിട്ട് അത്ര അങ്ങോട്ട് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നൽ. വീട്ടിലാണെങ്കിൽ അമ്മ സെപ്പറേറ്റ് ആയിട്ട് പൊടികളൊക്കെ വറുത്തിടും കേട്ടോ, അങ്ങനെയാണ് ചെയ്യലുള്ളത്. അപ്പോൾ ഏതായാലും ഒരു പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ആ ഒരു ബീഫും കൂടി ഇട്ട് കൊടുത്തു. ബീഫ് എന്ന് പറഞ്ഞാൽ ഇത് നല്ലോണം മൂത്തിട്ടില്ല കേട്ടോ, കുറച്ച് ഇളയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ശരിയായി കിട്ടുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അടുപ്പത്ത് വെക്കാൻ വിചാരിച്ചു. പിന്നെ അടുപ്പിൽ വെച്ചതിന് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. പ്രത്യേകിച്ച് മൺചട്ടിയൊക്കെ ആണെങ്കിൽ പറയും വേണ്ട കേട്ടോ, ഇത് കൊള്ളണ അത്ര ഉള്ള മൺചട്ടിയൊന്നും നമ്മളെടുത്തില്ല കേട്ടോ. പിന്നെ ഏതായാലും അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട്, പിന്നെ ലാസ്റ്റും ചേർത്ത് കൊടുക്കും കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ആ വെളിച്ചെണ്ണ ചൂടാക്കിയ ഒരു സമയത്ത് ഏലക്കായും പട്ടയും ഗ്രാമ്പും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് പെരിഞ്ചീരകമൊക്കെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് അങ്ങനെ വെക്കുമ്പോഴും. അപ്പോൾ ഇന്ന് വെച്ചൊരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒന്നാമത് ധൃതി പിടിച്ചുള്ള വെക്കലല്ലേ, പിന്നെ നമ്മളിങ്ങനെ ധൃതി പിടിച്ച് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരുങ്ങി കെട്ടി വെക്കണേക്കാളും നല്ലത് ധൃതി പിടിച്ച് വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പറയലുമുണ്ട്. അപ്പം നന്ദു ഇവിടെ അമ്മായിക്ക് നാരങ്ങ വെള്ളം കലക്കുക കേട്ടോ. ഓല് രണ്ടാളും കൂടി നാരങ്ങ വെള്ളം കലക്കല്ലേ എന്ന് പറഞ്ഞാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്ദുവിന് അത് ഭയങ്കര ഇഷ്ടമാണ് കലക്കണത്. അപ്പോൾ പഞ്ചസാര ഇടുന്നുണ്ട്, ഇടയ്ക്ക് മധുരം ഉണ്ടോ നോക്കുന്നുണ്ട്. അപ്പോഴേക്ക് തന്നെ പാട്ടയിൽ പകുതി ആയിട്ടുണ്ട് കേട്ടോ വെള്ളം. അപ്പോൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നാരങ്ങ കലക്കുന്നുണ്ട്. പിന്നെ ഏട്ടനും സച്ചുമോനും ഒന്നും എത്തിയിട്ടില്ല കേട്ടോ, ഒരു കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ചേച്ചി കടയിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്നതാണ്. ചേച്ചി ഫാൻസിയിലല്ലേ, അപ്പോൾ അവിടെ നിന്ന് കട അടച്ചിട്ട് നേരെ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മഞ്ഞൾപ്പൊടിയൊക്കെ കഴിഞ്ഞിരുന്നു കുപ്പിയിട്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് വേഗം ഇട്ട് വെക്കുകയാണ്. അപ്പോൾ മഞ്ഞൾ ഇപ്പം അടുത്ത് പൊടിപ്പിച്ചിട്ടുള്ളൂ, മുളകും മല്ലിയും കുറച്ചായിട്ടോ, ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊടിപ്പിക്കാനായി. ഇപ്പം നല്ല വെയിലുണ്ടാവുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് കഴുകി ഉണക്കിയിട്ടാൽ വേഗം ഉണ്ട്. അപ്പോൾ ഇവിടെ നാരങ്ങകളിലൊക്കെ കലക്കി സെറ്റാക്കിയിട്ടുണ്ട്. ചേച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇത്രയും ആൾക്കാരുള്ളടത്ത് ഈ ഓരോ കുറ്റി ഗ്ലാസ്സിൽ വെള്ളം എടുത്താൽ ആർക്കൊക്കെ കൊടുക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ലൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് അടിക്കണതും ഇങ്ങനെ കാട്ടണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിലേക്ക് പപ്സും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് പറഞ്ഞില്ലേ. അപ്പോൾ എന്തായാലും ഓല നാരങ്ങ വെള്ളം കലക്കലും കുടിക്കലും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബീഫിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതിലേക്ക് മസാല ശരിക്കും ഒന്ന് പിടിക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് മസാല ഇല്ലാത്ത പോലെയാണ്. അപ്പോൾ നാളികേരം ഏതായാലും അരിഞ്ഞു വെച്ചില്ലേ, അപ്പോൾ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ ആ ഉള്ളിയൊക്കെ വാട്ടുന്ന സമയത്ത് അതിലിട്ട് കൊടുക്കേണ്ട സാധനമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ധൃതി പിടിച്ചുള്ള വെപ്പാണെന്നുള്ളത്. എനിക്ക് കടയ്ക്ക് പോകണം, കട അടച്ച് പോരണം. അപ്പോൾ ആ ഒരു എന്താ പറയുക മനസ്സ് മുഴുവൻ അവിടെ ഇരിക്കും, കണ്ണൻ എന്താ ചെയ്യണമെന്നുള്ളത്. കണ്ണുണ്ടാവുകൊണ്ട് ഒരു ആശ്വാസം കേട്ടോ. എങ്ങോട്ട് എന്തിന് തിരിയണം എന്നുണ്ടെങ്കിലും ഓനെ ആക്കിയിട്ട് പോവുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഏകദേശം അടുക്കളയത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സലാഡും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, സലാഡും പപ്പടവും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ വേണ്ട വെച്ചാൽ എടുക്കാമെന്ന് വെച്ചിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ബീഫ് വന്നിട്ടില്ല കേട്ടോ, അടുപ്പത്തിൻ്റെ ചെറുതീയിൽ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വേഗം ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും കടയ്ക്ക് തന്നെ പോവുകയാണേ. അപ്പോൾ ഏട്ടനും ഞാനും കൂടി വണ്ടിയും കൊണ്ടുകൊണ്ട് പോകാൻ വെച്ചു. എന്നാൽ പിന്നെ സാധനങ്ങളും കൊണ്ടുകൊണ്ട് പോരാലോ. പിന്നെ ഞങ്ങൾ തിരിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വന്നു കേട്ടോ. കടയൊക്കെ അടച്ച് അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയണ്ടേ. അപ്പോഴേക്കും ബീഫൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങി വെച്ച സമയത്ത് ചേച്ചി കുറച്ചും കൂടിയും കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ച് വെന്തിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിൽ വെച്ചാലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിന്. അപ്പോൾ എന്തായാലും ഇന്ന് ബീഫും നെയ്ച്ചോറും തിന്നാന്നുള്ള ആ ഒരു മൈൻഡിൽ നിൽക്കുകയാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, കുറേ ആയിട്ട് ബീഫും നെയ്ച്ചോറും കഴിക്കണം എന്നുള്ളത്. നമ്മളിവിടെ അങ്ങോട്ട് വാങ്ങാത്തതുകൊണ്ടേ. പിന്നെ ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേക്കും ഇവിടെ നമ്മളെ തൊടികയിൽ 2 പേരുടെ പൂളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പറിച്ച് പുഴുങ്ങൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഉണ്ടായാൽ കഴിയുമോ എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ചേച്ചിക്കൊരു പൂതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും പറിച്ച് പുഴുങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏതായാലും വേഗം മേലൊക്കെ കഴുകി നമുക്ക് വേഗം ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഫുഡ് വിളമ്പണ തിരക്കിലാണ്. എന്താ വെച്ചാൽ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചേച്ചിയൊക്കെ വൈകുന്നേരം തിരിച്ചു പോകും കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കഴിക്കാച്ച്. പിന്നെ ടൈമും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം വിളമ്പി സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാകുമ്പോൾ സലാഡ് നിർബന്ധമാണ് കേട്ടോ. പൂള പുഴുങ്ങി നല്ല പൂളയാണ് കേട്ടോ, നമ്മളത് ഒടികയിലുണ്ടായതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് 2 കിഴങ്ങൊക്കെ ഇങ്ങനെ മാന്തി കൊണ്ടുവരും, മൊത്തത്തിൽ പറക്കൂല കേട്ടോ. അങ്ങനെയാണ് ചെയ്യലുള്ളത്.
ഞാൻ അങ്ങനെ പൂള അങ്ങോട്ട് കഴിക്കലില്ല. എന്താ വെച്ചാൽ കഴിച്ചാൽ വയറിന് ഭയങ്കര വേദനയാണ് കേട്ടോ. ഗ്യാസ് കയറിയ പോലെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ വല്ലാണ്ട് കഴിക്കില്ല. വല്ലപ്പോഴേ പൂളയൊക്കെ കഴിക്കലുള്ളൂ. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ കഴിക്കുകയാണെങ്കിൽ തന്നെ രാത്രിയേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. രാത്രി അത് കഴിച്ച് കിടക്കുമ്പോൾ വലിയൊരു കുഴപ്പം എനിക്ക് തോന്നലില്ല. പിന്നെ ഗ്യാസിൻ്റെ ഗുളികയും കുടിക്കും എന്തായാലും. പിന്നെ പകല കഴിക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നെയ്ച്ചോറൊക്കെ അതാ വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതും എല്ലേതും വിളമ്പിതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കടയിൽ നിന്ന് നാളത്തേക്കുള്ള സാധനമൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലേതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നാലുള്ളൊരു സമാധാനം കിട്ടും നമുക്ക്. പിന്നെ ഇവിടെ ബീഫാണെങ്കിൽ പോലും അമ്മ അത് കഴിക്കൂല കേട്ടോ. പിന്നെ അച്ചമ്മ ഇവിടെ അല്ല, അച്ചമ്മ കുട്ടിച്ചേൻ്റെ വീട്ടിലേക്ക് പോയതാണ്. അച്ചമ്മയും കൂട്ടൂല കേട്ടോ ഇത്. അപ്പോൾ അമ്മയ്ക്കൊരു ചിക്കൻ പീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഏട്ടനും സച്ചമ്മോനും വന്നപ്പോൾ വിളിച്ച് പറഞ്ഞു കേട്ടോ ഒരു ചിക്കൻ പീസ് വാങ്ങി വരാൻ. അപ്പോൾ ഈ ചിക്കനൊക്കെ കൊണ്ടുവന്ന് വെക്കണേക്കാളും നല്ലതൊരു പീസാവുമ്പോൾ അമ്മയ്ക്ക് മാത്രമല്ലേ, അപ്പോൾ അതുണ്ടാകുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പീസ് കൊണ്ടുപോയത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പാറും സച്ചമ്മോനും ഏട്ടനും ഓലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ അങ്ങനെ സെറ്റീൻ്റെ അവിടെ ഇരുന്നിട്ട് നിലത്തിരുന്നിട്ടും സെറ്റിയിലൊക്കെ ഇരുന്നിട്ട് കഴിക്കുക വെച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നമ്മളെ മേശയമേ ആവുമ്പോൾ ഇത്ര സുഖം അങ്ങോട്ട് കിട്ടൂല. അല്ലെങ്കിൽ പിന്നെ നമ്മളെ പെരേൻ്റെ മേലേക്ക് പോകണം കേട്ടോ. അതൊരു പ്രത്യേക രസം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി അങ്ങോട്ട് കയറ്റണ്ടേ എന്നുള്ളത് മടിച്ചിട്ട് പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കാന്ന് വെച്ചു. അങ്ങോട്ട് കയറ്റാൻ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആവും കേട്ടോ. ഫുഡ് കഴിക്കാനുള്ളതല്ലേ. പക്ഷേ കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറക്കാൻ എല്ലാവർക്കും മടിയാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തന്നെ ആക്കാച്ചത്. എന്തായാലും ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക രസമാണ് അല്ലേ. പിന്നെ ഇവിടെ ബീഫ് വാങ്ങിയ ആളെ ഏട്ടനാണെങ്കിലും ഏട്ടൻ അന്ന് ബീഫ് കഴിക്കൂല കേട്ടോ. ഏട്ടൻ എന്തോ അമ്പലത്തിലാണ് ഇപ്പോൾ പണി നടക്കണത്. അപ്പോൾ അതുകൊണ്ട് ബീഫ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടന് കൊടുക്കാൻ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള മോര് കാച്ചിയതും അതുപോലെ ഉപ്പേരിയും പപ്പടവും അങ്ങനത്തെ അച്ചാറ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളീ ഒരു മോര് കാച്ചിയത് കൂട്ടിയിട്ട് പൂള കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക രസമാണ്. അത് കഴിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട്. വെറുതെ തൈര് ഒഴിച്ചിട്ട് മുളക് പൊട്ടിച്ചിട്ട് അങ്ങനെ പൂള കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അമ്മ അതാക്കണം ഇവിടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചേമ്പിൻ്റെ തള്ളുണ്ടല്ലോ, പാൽച്ചേമ്പിൻ്റെ, അത് ഉപ്പേരി വെച്ചിട്ടുണ്ട്. അതും പപ്പടവും ചിക്കൻ പീസും മോരുകറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മളെ കടയിൽ നിന്ന് വിളിച്ചത് കേട്ടോ. സാധനങ്ങളാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിപ്പോരും കേട്ടോ. നമ്മളെ കടേൻ്റെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിപ്പോരും, കുറച്ച് നമ്മൾ ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങും കേട്ടോ. അപ്പോൾ രണ്ട് കൂട്ടർക്കും കെട്ടിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യലുള്ളത്. പായസത്തിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങലുള്ളത്. അപ്പോൾ അങ്ങനെ ഏതായാലും ഓൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ പോവാച്ചാന്ന് പറഞ്ഞിട്ട് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നെയ്ച്ചോറും ബീഫും നമ്മൾ ആ ഒരു പൂളയും ബീഫും ഒക്കെ കഴിക്കാം അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ സാധാ ചോറും ഉണ്ടായിരുന്നു ഉച്ചക്കത്തെ. അപ്പോൾ മക്കളെല്ലാവരും കഴിക്കൽ തുടങ്ങിയപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഏട്ട അവിടെ ഈ സെറ്റീൻ്റെ മൂലക്കൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ബീഫൊന്നും പറ്റാത്തതുകൊണ്ട് ബീഫ് കഴിക്കുന്ന ഒരു സമയമാണെങ്കിൽ നല്ലോണം കഴിക്കും. പിന്നെ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചി ഏട്ടനും പാറവും കൂടിയും പോയിട്ടോ. ആദ്യം പിറ്റേ ദിവസം പോകണമെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഏതായാലും രാത്രിനെ പോയി. സച്ചമ്മ അവിടെ നിന്നു. എല്ലാവരും കൂടെ വണ്ടിയുമ്പോൾ പോലും നടക്കൂലല്ലോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് എന്തെങ്കിലും വത്തക്കയോ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാൻ പൂതിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ കടേൻ്റെ അവിടെ തന്നെ പോയി ചെട്ടിയിൽ പോയിട്ട് വത്തക്കയൊക്കെ വാങ്ങി കൊണ്ടുവന്നു കേട്ടോ. അതൊക്കെ കഷ്ണം വെട്ടി എല്ലാവർക്കും കൊടുക്കലും തിന്നലും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അടുക്കളേൻ്റെ ഒരു അവസ്ഥ ഇതാണ് കേട്ടോ. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തു. പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് മൊത്തത്തിൽ ക്ലീൻ ആക്കി കേട്ടോ. പാത്രം കഴുകാനും കൂടി ഒരു നിൽക്കുമ്പോഴേക്കും ഇവർക്ക് ഒരുപാട് നേരം വെച്ചിട്ട് ഓരോ പറഞ്ഞയച്ചത്. അപ്പോൾ ക്ലീനിങ് ഒക്കെ മൊത്തം കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അങ്ങനെ അതാ 11 മണിയായിട്ടോ. 10 ആയിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നീച്ചപ്പോൾ. പിന്നെ അതാ 11 മണിയായി. ഇനിയിപ്പോൾ എന്തായാലും അകത്ത് ചെന്ന് കിടക്കുമ്പോഴേക്കും വർത്താനവും കൂട്ടൊക്കെ കഴിയുമ്പോൾ ഒരു 11:30 മണിയാവും. അപ്പോൾ നന്ദു ഇതാ പല്ല് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ബ്രഷൊക്കെ എടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. എൻ്റെ ബ്രഷ് ഏതമ്മാന്ന് എപ്പോഴും ചോദിക്കും. ഓനത് അറിയെങ്കിലും പിന്നെയും ചോദിക്കും എൻ്റെ ബ്രഷ് ഇതല്ലേ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്